ഒരിക്കൽ പഴയ കാലത്ത് ദൂരെ ഒരു ദേശത്ത് അലാവുദ്ദീൻ എന്നൊരു ദരിദ്രബാലൻ ജീവിച്ചിരുന്നു. അമ്മയ്ക്കൊപ്പമായിരുന്നു അവന്റെ ജീവിതം. കഷ്ടപ്പാടുകൾ നിറഞ്ഞ ദിവസങ്ങൾ. ഒരു ദിവസം ഒരു അന്യനായ മന്ത്രവാദി ഗ്രാമത്തിലേക്ക് വന്നു. അവൻ പറഞ്ഞു, "മകനെ, ഞാൻ നിന്റെ അച്ഛന്റെ സഹോദരനാണേ. നിനക്ക് ഭാഗ്യം വരാനിരിക്കുന്നു." അലാവുദ്ദീൻ അതിൽ വിശ്വസിച്ചു. മന്ത്രവാദി അവനെ ഒരു മലമുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഒരു രഹസ്യ ഗുഹയിലേക്കുള്ള വഴിയുണ്ടായിരുന്നു. "ഇതിൽ കയറൂ, അകത്തൊരു ദീപമുണ്ട്. അതേ എനിക്ക് കൊണ്ടുവരണം," അവൻ പറഞ്ഞു. അലാവുദ്ദീൻ അകത്ത് ചെന്നു. മുത്തുകളും പൊന്നും മിന്നുന്ന ഗുഹയിൽ അവനൊരു പഴയ ദീപം കണ്ടു. പുറത്തു വരാൻ ശ്രമിച്ചപ്പോൾ മന്ത്രവാദി വാതിലടച്ചു. അവനെ അകത്ത് പൂട്ടിവിട്ടു. നിരാശയിൽ അലാവുദ്ദീൻ ആ ദീപം തൊട്ടു മിനുക്കിയപ്പോൾ പും! ഒരു ഭീമൻ ജിന്ന് പുകയിൽ നിന്ന് പുറത്തെത്തി. "എന്റെ ദീപത്തിന്റെ യജമാന, നീ എന്ത് ആഗ്രഹിക്കുന്നു?" അലാവുദ്ദീൻ പറഞ്ഞു, "എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോ." അങ്ങനെ എല്ലാം അത്ഭുതമായി മാറി. ആ ദിവസം മുതൽ ആ ദീപം അവന്റെ ഭാഗ്യമായി. ജിന്ന് കൊട്ടാരങ്ങൾ പണിതു, പൊന്നും മുത്തും നൽകി. അലാവുദ്ദീൻ രാജകുമാരിയായ ബദ്രുൽ ബദൂറിനെ വിവാഹം ചെയ്തു. പക്ഷേ മന്ത്രവാദി തിരിച്ചു വന്നു. ചതിയോടെ ദീപം മോഷ്ടിച്ചു. അലാവുദ്ദീന്റെ കൊട്ടാരം പോലും അകലെ മാറ്റി. പക്ഷേ അലാവുദ്ദീൻ ധൈര്യം നഷ്ടമാക്കിയില്ല. അവൻ മാലയിലെ മറ്റൊരു ജിന്നിനെ വിളിച്ചു. പോരാട്ടത്തിൽ മന്ത്രവാദി തോറ്റു. ദീപം തിരികെ കിട്ടി. അങ്ങനെ അലാവുദ്ദീനും ബദ്രുൽ ബദൂറും സന്തോഷത്തോടെ ജീവിച്ചു. കാരണം സത്യം, ധൈര്യം, നന്മ, അതാണ് എല്ലാം ജയിക്കാനുള്ള അത്ഭുത ദീപം.